മുകേഷ് ചേട്ടാ, ഈ കഥകൾ കാര്യങ്ങളൊക്കെ ഓർത്തു പറയുന്നതിലും ഒരു കാലഘട്ടം മുഴുവൻ ഒരു സിനിമ പോലെ പറയുന്നതിലൊക്കെ മുകേഷ് ചേട്ടൻ അതിവിദഗ്ധനാണ്. ഈ ഇന്നസെന്റ് ഏട്ടനെ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ? അതോ ഇന്നസെന്റ് ഏട്ടനെ ഓർമ്മയിൽ പതിഞ്ഞ കാഴ്ച ഏതാണ്? ഇന്നസെന്റ് ഏട്ടൻ അങ്ങനെ ഒരു തമാശക്കാരനായിട്ടുള്ള ഇത്രയും തമാശ അദ്ദേഹത്തിന് ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ എൻ്റെ തുടക്കകാലമാണ്, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിനിമ തിരുവനന്തപുരത്ത് കീർത്തി ഹോട്ടലിലാണ് അന്ന് സിനിമാക്കാരുടെയൊക്കെ ഒരു സങ്കേതം. വലിയ കോസ്റ്റ്ലി അല്ല, അതിൻ്റെ മുകളിൽ വേറെ ഹോട്ടൽസൊക്കെ ഉണ്ട്. ചിലരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ താമസിക്കും. ഇടത്തരം നമ്മളെ പോലുള്ള ബിഗിനേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ AC ഒന്നും ഇല്ല കേട്ടോ, ഒരു റൂമിൽ 2 പേര്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പ്രൊഡ്യൂസറാണ്. ഇദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ഇദ്ദേഹം എൻ്റെ അച്ഛനെയൊക്കെ നല്ലപോലെ അറിയാം. അച്ഛൻ്റെ നാടകം കാണാൻ പോയ കഥകളൊക്കെ പിന്നെ പിൽക്കാലത്താണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞു നമസ്കാരം. അപ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ബഹുമാനിച്ചു, സോറി. നമ്മൾ നമസ്കാരം. അപ്പം പുള്ളിയുടെ ഏതോ ഒരു സിനിമയുടെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു, അതോ ഇനി അതിന് മുമ്പുള്ളതെന്ന് അറിഞ്ഞൂടാ. പുള്ളി അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ജുബൊക്കെ ഇട്ടിട്ട് പുള്ളിയും കുറച്ച് പ്രൊഡ്യൂസർഷിപ്പ് ചെയ്ത ചെറുതായിട്ട് പിന്നെ എവിടെ എന്ന് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജാടയിലാണ് പുള്ളി ആദ്യത്തെ ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ വരുന്നത്. പിന്നീട് എല്ലാം ഓക്കെ ആയി. അവിടെ തൊട്ട് ഒരുപാട് കാലങ്ങൾ, എത്രയോ സിനിമകൾ അല്ലേ. മുകേഷ് ചേട്ടൻ MLA ആകുന്നതിന് മുമ്പ് ഇന്നസെന്റ് ചേട്ടൻ MP ആയിട്ടുണ്ട്. അപ്പൊ മുകേഷ് ചേട്ടൻ ഒരു MLA ഓഫർ വരികയാണ്, വിളിക്കോ, സംശയം ചോദിക്കോ, അഭിപ്രായം ചോദിക്കോ, എന്തെങ്കിലും ചെയ്തായിരുന്നോ? അല്ല, ഇദ്ദേഹം MP ആയിട്ട് നിന്ന് വലിയ നേതാവിനെയാണ് തോൽപ്പിച്ചത്. അതെ, അങ്ങനെ വലിയ ഒരു പ്രതീക്ഷയില്ല. അത് ഒരു UDF കോട്ടയാണ്, കോട്ടമണ്ഡലമാണ്. അപ്പം അദ്ദേഹം ജയിച്ചതിന് ശേഷം എന്നെ കണ്ടപ്പം പറഞ്ഞു, ഇതൊരു തുടക്കാടാ, ഇനി പല ആൾക്കാരും രാഷ്ട്രീയത്തിലേക്ക് വരും. അത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് കൂടുതലായിട്ട് പറഞ്ഞത്. പക്ഷെ അന്ന് പറഞ്ഞില്ല. പിന്നീട് ബൈ ചാൻസിൽ ഞാൻ സ്ഥാനാർത്ഥിയായി. ഇദ്ദേഹം എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് വന്ന്. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിലായിരിക്കും കൂടുതൽ. എവിടെ ചെന്നാലും ഭയങ്കരമായ ആവേശവും ആൾക്കാർ കയ്യാണിപ്പും ഫോട്ടോ എടുപ്പും പിന്നെ അതെല്ലാം തന്നെ എതിർകക്ഷികൾ പറഞ്ഞുണ്ടാക്കി. ഇതൊന്നും വോട്ടാവത്തില്ല, ഇതെല്ലാം സിനിമാക്കാരൻ എന്നുള്ള ആവേശമാണ്. എനിക്ക് കൺഫ്യൂഷനായി. എടാ, ഇത് സത്യമായിരിക്കും. അപ്പോഴാണ് ഇന്നസെന്റ് ഏട്ടൻ വന്നത്. ഇന്നസെന്റ് ഏട്ടൻ വന്നിട്ട് ഒരു ബീച്ച് ഭാഗത്താണ് വലിയ 2 സിനിമാക്കാർ വന്നു, വലിയ ആൾക്കൂട്ടമൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്തിരുന്നപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് ഇതൊക്കെ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട്, ഇതൊക്കെ വോട്ടാകുമോ? ചേട്ടൻ്റെ ഇത് അനുഭവത്തിൽ എങ്ങനെയാണിത് ചേട്ടൻ വിലയിരുത്തുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്തും ആൾക്കാരെല്ലാവരും പറഞ്ഞടാ ആദ്യം ഇങ്ങനെ ഇത് സിനിമയുടെ ആവേശമാണെന്ന്. പക്ഷെ നമ്മളവരെ സൂക്ഷിച്ചു നോക്കണം. സിനിമയുടെ ആവേശമാണെങ്കിൽ, റിയൽ വോട്ടേഴ്സ് ആണെങ്കിൽ കണ്ണിലൊരു തിളക്കവും ഒരു ശക്തിയും ജയിപ്പിക്കും. അത് വോട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് ഒന്ന് വിലയിരുത്ത്. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പലരും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, 75% വോട്ടാടാ, 25 ഉള്ളു സിനിമ. സത്യമായി. ഇപ്പോഴ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ പറയുന്നത്, ഇങ്ങനെ ആവേശമൊക്കെ പണ്ട് പറഞ്ഞിരുന്നു സിനിമയ്ക്കാന്ന്, ഇതൊന്നും അല്ല, തെളിഞ്ഞ് 2 പ്രാവശ്യം എന്ന് പറയുന്ന ഒരു സാഹചര്യം ചേട്ടനിൽ നിന്നാണ് ആ കോൺഫിഡൻസ് ഉണ്ടായത്.